സീക്രട്സ് ഓഫ് ഫാർമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വാഴ വെച്ചേക്കുന്നിടത്ത് ഫുള്ളിൽ കാട് കയറിയിരിക്കുകയാണ്. നമ്മൾ ഇപ്രാവശ്യം അതിന് അതായത് റൗണ്ടപ്പ് ഒന്നും അടിക്കുന്നില്ല. അതിന് പകരം നമ്മൾ ഫുള്ളിൽ കാടങ്ങ് പറിച്ച് മാറ്റുകയാണ് ചെയ്യുന്നത്. ഏകദേശം ഒരു ഫുള്ളിൽ കാടായിട്ടുണ്ട്. നമ്മൾ ഒരു 2 ആഴ്ചയായിട്ട് നമ്മൾ കാടൊന്നും പറിക്കാനായിട്ടൊന്നും വരുന്നില്ലായിരുന്നു. ഏകദേശം ഇപ്പം ഇന്ന് ഒരു സൺഡേ കിട്ടിയതുകൊണ്ട് നമ്മളതങ്ങ് ഫുള്ളിൽ അങ്ങ് ക്ലിയർ ആക്കാനായിട്ട് തീരുമാനിച്ചു. അതിനുശേഷം നമുക്കൊരു 4 ദിവസം കഴിയുമ്പോഴത്തേക്കും ഒരു 3 റൗണ്ട് വളവിടേണ്ടി ഒരു സ്റ്റേജ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡോളോമേറ്റും അഥവാ ഈ ചുണ്ണാമ്പൊടിയൊക്കെ ഇട്ട മണ്ണിൻ്റെ പുളിരസം ഒന്നും കൂടെ കളയണം. എന്നെങ്കിൽ മാത്രമേ ഇതൊന്ന് വാഴയൊന്ന് തിളച്ച് കയറി വളരത്തുള്ളൂ. ഓക്കെ, ഇപ്പോൾ നമ്മളിപ്പോൾ ചുവട്ടിലെ കാടെല്ലാം അങ്ങനെ ലെവലിൽ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ക്ലിയർ ആയിട്ട് പറിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കള കയറി വരും. ചെറിയ പൊടി വരെ നമ്മൾ എടുത്ത് കളയുകയാണ്. എല്ലാം കൂട്ടി ഒരു സ്ഥലത്തിലേക്ക് ഒതുക്കി വെക്കണം. ഇത് മാത്രമേ വാഴ നല്ലപോലെ കയറി വരികയുള്ളൂ. പിന്നെ ഈ മുളച്ച് വരുന്ന ചെറിയ ക്ലിപ്പുകളില്ലേ, ഈ വാഴയുടെ അടുത്ത തയ്യോ അതങ്ങ് ചവിട്ടി കളഞ്ഞേക്കണം. എങ്കിൽ മാത്രമേ മറ്റു ഈ കയറി വരുന്ന ഈ വാഴകൾ നല്ല കരുത്തോടെ കയറി വരുന്നു. അതങ്ങ് ചവിട്ടി അങ്ങ് കളയുക. അത്യാവശ്യം നല്ല കരുത്തോടെ തന്നെയാണ് നമ്മുടെ ഏത്തവാഴയൊക്കെ വരുന്നത്. പിന്നെ നമ്മുടെ ഈ റോബസ്റ്റയൊക്കെ ഇടയ്ക്ക് വെച്ചിട്ടുണ്ട്. അത് പതുക്കെ പമ്മലാണ് കയറി വരാനായിട്ട്. അതിൻ്റെ ഈ ഏത്തവാഴയുടെ അത്ര അങ്ങനെ കയറി വരുന്നില്ല. ബാക്കി നമ്മൾ കള പറിച്ച് ക്ലിയർ ആക്കി. പിന്നെ നമ്മുടെ ഒരു പാളയം കോടൻ ഒരു പഴം നമുക്ക് വെട്ടാറായിട്ടുണ്ട്. അതിപ്പോൾ കാണിച്ചറിയുന്നുണ്ട്. നല്ല ക്ലിയറായിട്ട് നമ്മൾ ഇതെല്ലാം ഫുള്ളിനി ഒന്ന് ക്ലിയർ ആക്കിയിട്ടുണ്ട്. അതായത് നമ്മൾ കപ്പയൊക്കെ വെച്ചിട്ടുണ്ട്. എല്ലാം കൂട്ടി കളയങ്ങ് പറിച്ചങ്ങ് പോയി. ഒരു പാളയം കോടൻ പഴം ഏകദേശമൊക്കെ വെട്ടാറായിട്ടുണ്ട്. ഒരു മാസത്തിനുള്ളിൽ നമുക്കത് വെട്ടിയെടുക്കാനായിട്ടായിരിക്കും. വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.